ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. മഹാവിഷ്ണുവിൻ്റെ 9ാമത് അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കുന്നു. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായി ആയിരക്കണക്കിന് ശോഭായാത്രകൾ ഒരുക്കും. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുധീഷ് ഗോപാൽ, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീനന്ദ, കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് അനഘ ഹർഷൻ എന്നിവർ ചേരുന്നു. ആദ്യം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ജന്മാഷ്ടമി ദിനത്തിൽ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് ഇപ്പോൾ ഏത് നിലയിലാണ്? വിശേഷാൽ പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ശ്രീനന്ദ? വിനോദ്, ഭക്തിസാന്ദ്രമാണ് ഈ ഒരു ജന്മാഷ്ടമി ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും തന്നെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെയും അതിരാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകോവിലിനുള്ളിൽ നിന്ന് കൃഷ്ണനെ കാണാനായി എത്തുന്ന നിരവധി ഭക്തരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമി രോഹിണി ദിനത്തോടനുബന്ധിച്ചാണ് നാടെങ്ങും ശ്രീകൃഷ്ണന് വേണ്ടി ഈ ഒരു ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും ഒരു ഭക്തിമയത്തിലേക്ക്, തലസ്ഥാനമൊട്ടാകെ ഒരു ഭക്തിമയത്തിലേക്ക്, തലസ്ഥാനമെന്നല്ല എല്ലാ ജില്ലകളിലും തന്നെ ഒരു ഭക്തിപൂർണ്ണമായൊരു മയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്നലെയും നിരവധി ഇടങ്ങളിൽ ഉറിയടി അടക്കമുള്ള നിരവധി ഗോപികമാരുടെ നൃത്തം, അതുപോലുള്ള നിരവധി പരിപാടികളാണ് ബാലഗോകുലവും മറ്റും ഒക്കെ നടത്തിയത്. ഇന്നും സമാന രീതിയിൽ തന്നെ നിരവധി ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാലഗോകുലത്തിൻ്റെ വൈകുന്നേരം ഘോഷയാത്ര ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് അതിരാവിലെ തന്നെ അമ്പലങ്ങളിൽ വിശേഷാൽ പൂജയും നിർമ്മാല്യ ദർശനവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നെയ്യാറ്റിങ്കര പ്രസിദ്ധമായ തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെയും വിപുലമായ പരിപാടികളും അതുപോലെ തന്നെ രാവിലെ തന്നെ നിർമ്മാല്യം അടക്കമുള്ള വിവിധ പൂജകളുമൊക്കെ കഴിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. എന്തായാലും അമ്പാടിയെ വരവേൽക്കാനായി എല്ലാ ഭക്തജനങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് അതിരാവിലെ 3 മണി മുതൽ തന്നെ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഭക്തരുടെ പ്രതികരണങ്ങൾ കൂടി ദർശനം കഴിഞ്ഞിറങ്ങിയ എങ്ങനെയാണ് നമുക്ക് ഈ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് നെയ്യാറ്റിങ്കര ഈ ഒരു അമ്പലം തന്നെയാണ്? അതെ. എങ്ങനെയാണ് ഫാമിലിയുടെ ഒപ്പമാണോ? ഫാമിലി ഉണ്ട്, ഇതാ വരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ചേട്ടൻ ഇവിടെ വരുമ്പോൾ എന്തൊരു പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്? ഒരു സന്തോഷം. അതെ, ഈ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂരും അമ്പാടിയും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഘോഷയാത്രയൊക്കെ ഉണ്ട് ബാലഗോകുലത്തിൽ. അതിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ എല്ലാവരും നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഭക്തജനങ്ങളെല്ലാം തന്നെ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭക്തൻ പറഞ്ഞു, തങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരിടമാണ് ഈ ഒരു നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെയും രാവിലെ മുതൽ വൻ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ വൈകുന്നേരത്തിലുള്ള ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്, ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും അമ്പാടിയെ വരവേൽക്കാനായി നാടെങ്ങും തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കുട്ടികളടക്കമുള്ള നിരവധി പേരാണ് ഈ ഒരു ശ്രീകൃഷ്ണനെ ദർശിക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിപുലമായ പരിപാടികളാണ് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 3 മണി മുതൽ തന്നെ വിശേഷാൽ പൂജ അടക്കമുള്ള നിരവധി കാര്യങ്ങളൊക്കെ, നിരവധി പൂജകളും മറ്റുമെല്ലാം തന്നെ ഈ ഒരു അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭക്തരെല്ലാവരും തന്നെ ശ്രീകൃഷ്ണൻ ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിനേക്കാളും വലിയൊരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതിരാവിലെയാണ് ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ദർശനം കാണാനായി നിരവധി ഭക്തരെത്തുന്നത്. എന്തായാലും ആ ഒരു ദർശനം പുണ്യം നേടിക്കൊണ്ട് എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു, ദർശനത്തിനെത്തുന്നു. നമുക്ക് രാവിലത്തെ മറ്റു വാർത്തകളിലും ഭക്തരുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് ഇവിടെയാണോ മെയിനായിട്ട് വരാറ്? അതെ.
അതെ ശ്രീനന്ദ, മറ്റു വാർത്തകൾ, തുടർ വാർത്തകളിലും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടേതടക്കമുള്ള പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഇനി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. വളരെ പ്രസിദ്ധമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെ അമ്പലപ്പുഴ പാൽപ്പായസം അടക്കം ഏവർക്കും പ്രസിദ്ധമാണ് ആ ക്ഷേത്രം. നിരവധി ഭക്തരാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലും പുലർച്ചെ മുതൽ ദർശനത്തിനായി എത്തുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ. ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഭക്തർക്ക് ഏറ്റവും അവിടെ ദർശനം നടത്താൻ ഏറ്റവും പ്രിയമുള്ളൊരു ദിവസമാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെയും പിറന്നാൾ ദിനമാണ്. അവിടെയും പുലർച്ചെ മുതൽ തന്നെ വിശേഷാൽ പൂജകളുണ്ട്. പന്തീരടി പൂജ അടക്കമുള്ള പൂജകൾ നടക്കും. അതോടൊപ്പം തന്നെ ആനപ്പുറത്ത് ശ്രീബലി എഴുന്നള്ളത്തുണ്ട്. അതിനുശേഷം ഈ അമ്പലപ്പുഴയിൽ തന്നെയുള്ള ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് ഉറിയടി ഘോഷയാത്ര നടക്കും. ആ ഉറിയടി ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ആലിന് അവിടെ സമാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ വിവിധ ഇടങ്ങളിലും ഉറിയടി ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഉള്ളത്. വലിയ ഭക്തജനത്തിലേക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ ഈ കാഴ്ച ശ്രീബലി കാണാനും പിന്നീട് ഉറിയടി ഘോഷയാത്രയിൽ പങ്കെടുക്കാനുമൊക്കെയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊഴുതിറങ്ങിയ ഭക്തരുടെ അടക്കം ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലുള്ള ദർശനത്തിൻ്റെ ആ ഒരു എത്രത്തോളം പുണ്യകരമാണ്, ഏത് രീതിയിൽ കാണുന്നു ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമിയുടെ ദർശനം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ? ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പതിവുപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് നട തുറന്ന് ഭഗവാന്റെ അഭിഷേകവും തുടർന്ന് ഉഷപൂജ, അത് കഴിഞ്ഞ് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് രാവിലത്തെ എതിർത്തുപൂജ. അതിപ്പോൾ എതിർത്തുപൂജയുടെ സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ ശീവേലിയാവും. ശീവേലി കഴിഞ്ഞാൽ ഭഗവാന് ഈ തിരുവോണം, രോഹിണി തുടങ്ങിയ നാളുകളിൽ ഭഗവാന് ക്ഷീരധാരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീരധാരയാവും. ക്ഷീരധാരയായി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8 മണി കഴിയുമ്പോഴത്തേക്ക് രാവിലത്തെ ഭഗവാന്റെ പന്തിരടി പൂജ, ആ പന്തിരടി പൂജയാണ്. പന്തിരടി പൂജ കഴിഞ്ഞ് പതിവ് നവകമുണ്ട്. നവകം കഴിഞ്ഞ് ഉച്ചപൂജയാവും. ഉച്ചപൂജയ്ക്കാണ് പാൽപ്പായസം എഴുന്നള്ളിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ അകത്തെ ചടങ്ങുകളാണ്. അതുപോലെ അതിനോടൊപ്പം തന്നെ പുറത്തും ഈ അഷ്ടമിരോഹിണി പ്രമാണിച്ച് ഭഗവാന്റെ ആ തിരുവാവതാരം നടക്കുന്ന ഇന്ന് അതിനോടനുബന്ധിച്ച് ആഘോഷപൂർവ്വമായിട്ട് ഭക്തജനങ്ങൾ ധാരാളം പരിപാടികൾ വെളിയിൽ നടത്താറുണ്ട്. ഇന്ന് ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ആറാട്ട് കിടക്കുന്ന ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ അവിടുന്ന് ഏതാണ്ട് 9 മണിയോടുകൂടി ഭഗവാന് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാം ഭക്തജനങ്ങൾ പല സ്ഥലങ്ങളിൽ ഉറി സ്ഥാപിച്ച് അവിടെ ഉറിയടി നടത്തുകയും ഏതാണ്ട് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിനുള്ളിൽ വന്നു കഴിഞ്ഞ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഉറിയും കൂടി ഇവിടെ അടിച്ചതിന് ശേഷം ആ ഉച്ചപൂജ നടക്കും. അതിനുശേഷം വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായ ശോഭായാത്ര, അതായത് അമ്പലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ബാലഗോപാലന്മാരും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, രുക്മിണിയുടെയും രാധയുടെയും ഒക്കെ വേഷം കെട്ടിയ പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടിയിട്ടുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാം തന്നെ ഇവിടെ ഘോഷയാത്രയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ നിറയത്തക്ക രീതിയിൽ ക്ഷേത്രത്തിനകത്ത് മണ്ണ് നുള്ളിയിട്ടാൽ താഴുകയില്ല എന്ന് പറയുന്ന ആ ഒരു വാചകം അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ തന്നെ ഈ ക്ഷേത്ര പരിസരം മുഴുവൻ നിറയത്തക്ക രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടാവും. ആ ശോഭായാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലുള്ള ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഉടൻ തന്നെ ഭഗവാന്റെ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത്ത്. ഈ ഗരുഡവാഹനം എഴുന്നള്ളത്ത് പറയുന്ന ഭഗവാന്റെ ഈ സമയത്തും പിന്നീട് ഉത്സവകാലത്ത് ഉത്സവബലി സമയത്തും മാത്രമേ ഉള്ളൂ ഗരുഡവാഹനം എഴുന്നള്ളത്ത്. അപ്പോൾ ഈ അഷ്ടമിരോഹിണിക്ക് പ്രത്യേകമായിട്ട് ഭഗവാന് അത് മാത്രമായിട്ട് ഗരുഡവാഹനം എഴുന്നള്ളത്ത് ഉണ്ട്. ആ നാഗസ്വരമേളങ്ങളോടുകൂടി വളരെ മറ്റേ ഉത്സവകാലത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പോലെ തന്നെ അതിഗംഭീരമായിട്ട് ഗരുഡവാഹനത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കും. ഇവിടെ നിത്യ സന്ദർശകനാണോ? അതെ, ഞാൻ നിത്യസന്ദർശകനാണ്. ഇപ്പോൾ ഉപദേശ സമിതിയുടെ സെക്രട്ടറിയും കൂടിയാണ്. ഇവിടുത്തെ ഉപദേശ സമിതി സെക്രട്ടറിയും കൂടിയാണ്. പിന്നീട് എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞമുണ്ട്. അതിൻ്റെ ഏതാണ്ട് 377 ഇന്നലെ തീർന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു സംഘാടകനും കൂടിയാണ് ഏതാണ്ട് 33 വർഷമായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഭഗവാന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നതിനും ഭഗവാന് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യുന്നതിനും അതീവ ചാരിതാർത്ഥ്യം എനിക്കും അതുപോലെ എന്നെപ്പോലുള്ള ഭക്തജനങ്ങൾക്കും എല്ലാം ഉണ്ട്. ധാരാളം ആളുകൾ ഈ പാൽപ്പായസം ഇന്നിപ്പോൾ വലിയ തിരക്കായിരിക്കും ഭക്തരുടെ ഉണ്ടാവുക. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാനുള്ള പാൽപ്പായസമൊക്കെ കാണുമോ ഇവിടെ?
പാൽപ്പായസത്തിൻ്റെ പുതിയത് പിന്നെ കൂടുതൽ ഉണ്ടാക്കുന്നതിനുള്ള വാർപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ നമ്മൾ തിടപ്പള്ളി സ്ഥാപിച്ചു. പക്ഷേ അത് നമുക്കത് ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തിടപ്പള്ളിക്ക് കുറച്ച് ഇത് ഈ വാർപ്പുള്ളിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനകത്തും കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വാർപ്പുള്ളിൽ പ്രവേശിപ്പിക്കുന്നതിന് എൻ്റെ ഭിത്തിയും മേൽക്കൂരയൊക്കെ എടുക്കേണ്ടി വന്ന് ക്രെയിനിലാണ് അത് കൊണ്ടുവന്നത്. അപ്പം അതെല്ലാം വീണ്ടും പുനർനിർമ്മിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് വർക്കുകൾ കൂടിയുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ആ വലിയ വാർപ്പിൽ കൂടുതൽ പാൽപ്പായസം ഉണ്ടാക്കും. ഇപ്പോൾ പതിവുള്ള വാർപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പരമാവധി ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറയാനൊക്കെ ഉള്ളൂ. വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എങ്കിലും പരമാവധി പാൽ ലഭിക്കുന്നതിൻ്റെയും അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന സൗകര്യം അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വൈകുന്നേരത്ത് ഉണ്ണിയപ്പത്തിനാണ് പ്രാധാന്യം. 3-4 ദിവസത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ചീട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ആ ഉണ്ണിയപ്പം 10,000-കണക്കിന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാണ് ഇന്ന് ഭഗവാനെ നേദിക്കുന്നത്. ആ ഭഗവാനെ നേദിക്കുന്ന അഷ്ടമിരോഹിണിക്ക് നേദിക്കുന്ന ഉണ്ണിയപ്പമാണെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പൊട്ടിപ്പൊടിഞ്ഞാൽ അതുപോലും അകത്തുകൊണ്ട് നിവേദിക്കണമെന്നാണ് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഒരു രീതി. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാക്കുന്ന നിവേദ്യത്തിന് ഒരു ഭാഗം മാത്രമേ അകത്തുകൊണ്ട് നിവേദിക്കുകയുള്ളൂ. പക്ഷേ അമ്പലപ്പുഴ കൃഷ്ണന് ഉണ്ടാക്കുന്ന മുഴുവൻ പാൽപ്പായസമാണെങ്കിലും ശരി, ഉണ്ടാക്കുന്ന മുഴുവൻ അളവ് പാത്രം വരെ നടക്കി കൊണ്ടുവരണമെന്നാണ്. ഉണ്ണിയപ്പമാണെങ്കിലും അത് മുഴുവൻ അകത്തുകൊണ്ട് നിവേദിച്ച് ഏതാണ്ട് അവതാര പൂജ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഏതാണ്ട് 12:30 മണിയോടുകൂടിയാവും. ആ അവതാര പൂജ കഴിഞ്ഞാൽ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ ഉണ്ണിയപ്പം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഇന്നത് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പം വിതരണം ചെയ്യും. അടുത്ത 3 ദിവസങ്ങളിലും കൂടിയുണ്ട്. 4 ദിവസങ്ങളിലും ആയിട്ട് മാത്രമേ മുഴുവൻ പേർക്കും കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഉറിയടി ഘോഷയാത്രയുടെ എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ നിന്നും ഉറിയടി സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 13 ഉറിയടികളുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ പടിഞ്ഞാറെ ആലിൻചുവട്ടിൽ ഏയോടെ ഉറിയടിയോടി ഇന്നത്തെ ഉറിയടി സമാപിക്കും. വൈകിട്ടത്തെ ബാലഗോകുലത്തിൻ്റെ ശോഭയാത്ര വൈകിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എത്തി കച്ചേരിമുക്കിൽ അമ്പലപ്പുഴ ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് മഹാശോഭയാത്രയായി 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 6:30 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇതുതന്നെയാണ് എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തരുടേതായിട്ടുണ്ട്. അത് ഇനിയും വരുന്ന മണിക്കൂറുകൾ വലിയ രീതിയിൽ വർദ്ധിക്കും. വൈകിട്ടത്തെ ഘോഷയാത്ര സമയത്തേക്കൊക്കെ വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മണ്ണ് നുള്ളിയിട്ട താരാത്ത രീതിയിലുള്ള തിരക്ക് തന്നെയാവും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവുക. വിനോദ്. അതെ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി തന്നെയാണ് നമ്മളോട് ജനം ടി വിയോട് പ്രതികരിച്ചത്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാ ദിവസവും അവിടെ തിരക്കാണ്. പ്രത്യേകിച്ച് ജന്മാഷ്ടമിയാകുമ്പോൾ കണ്ണനെ കണ്ട് തൊഴാൻ ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സാനു KS ജീവിച്ചിരുന്നു. സാനു, ഗുരുവായൂരിലെ ഇന്നത്തെ തിരക്ക് എങ്ങനെ? വിനോദ്, എന്തായാലും അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ്. ഇന്ന് പുലർച്ചെ മുതൽ വലിയൊരു ഭക്തജന തിരക്കിനാണ് ഈ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഇന്നത്തെ ഭക്തജന തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക ക്യൂ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ VIP ദർശനത്തിനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഈ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പുലർച്ചെ 3:30 നട തുറന്നപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചുള്ള തിരക്കും അതേപോലെ തന്നെ വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയും, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങുകൾ അടക്കം നടക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക ക്രമീകരണങ്ങളടക്കം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രത്യേക അതായത് ഈ സ്വദേശത്തുള്ളവർക്ക് ദർശനത്തിനുള്ള ആ ക്രമീകരണം അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേക സംവിധാനം അതേ നിലയിൽ തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ 5:30 മുതൽ ഈ പ്രത്യേക ഈ VIP ദർശനത്തിനുള്ള സ്പെഷ്യൽ ക്യൂ അത് ഒഴിവാക്കിയിട്ടുണ്ട്. 6 മണി മുതൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മുതിർന്ന പൗരന്മാർക്കും തദ്ദേശീയർക്കുമുള്ള സംവിധാനം അതേ നിലയിൽ തന്നെ തുടരുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തുടക്കം, അതായത് ഈ നട തുറന്നതിന് ശേഷം വലിയ തിരക്കാണ്. ആ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടി വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അഷ്ടമി രോഹിണിയാണ്, ശോഭായാത്രകളടക്കം നടക്കാനിരിക്കുന്നു. ആ ഒരു സാധ്യത കൂടി നിൽക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. വിനോദ്, ക്ഷേത്രത്തിൽ വലിയ ക്രമീകരണം തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നിരവധി ആളുകൾ ദർശനത്തിനായി എത്തുന്നു. ക്ഷേത്രത്തിൽ ഇന്ന് വിശേഷാൽ ചടങ്ങുകൾ
രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ടല്ലോ സാനു. അത് വൈകിട്ട് വരെ നീളുന്ന വിവിധ ചടങ്ങുകളല്ലേ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടക്കുന്നത് സാനു? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് വിശേഷാൽ പൂജകൾ ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ടുള്ള വിശേഷാൽ പൂജകളടക്കം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ ഒരു ദിവസത്തെ ചടങ്ങുകൾക്ക് വേണ്ടി 38 ലക്ഷത്തിലധികം രൂപയുടെ ചിലവാണ് ഗുരുവായൂർ ക്ഷേത്രം വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കായിട്ട് ചിലവഴിച്ചിട്ടുള്ളതെന്നാണ് ഗുരുവായൂർ ക്ഷേത്രം അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിശേഷാൽ പ്രത്യേക ഊട്ടിന് പ്രത്യേക വിഭവങ്ങളടക്കം ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരുന്ന മണിക്കൂറുകളിൽ ആ തിരക്കുകൾ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, നടപടികളൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇനിയും വരെ അതേപോലെ തന്നെ 200ഓളം വിവാഹങ്ങൾ, ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ 200ഓളം വിവാഹങ്ങളും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ആ ചടങ്ങുകളൊക്കെ അല്പം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് മുടക്കമില്ലാതെ തുടരുമെന്നും ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ശേഷം, അതായത് രാവിലത്തെ ഈ പ്രഭാത ദർശനത്തിനൊക്കെ ശേഷമായിരിക്കും ഈ ശോഭായാത്രകളടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് 9 മണിയോടുകൂടി ഈ ശോഭായാത്രകളൊക്കെ പുറപ്പെടും. അതിനുശേഷം വലിയൊരു തിരക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവാഹങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ നടക്കുകയാണ്. ഇതിനുശേഷം ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് അടക്കം മുന്നോട്ട് പോകുന്നതിനല്ലേ അവരെ അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് ഈ ശോഭായാത്രകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് നടക്കുക. വിശേഷാൽ പൂജകളുണ്ട്, വിശേഷാൽ വാദ്യമേളങ്ങളൊക്കെ ഈ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് അല്ലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാളിനോടനുബന്ധിച്ചൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിലും മഹാശോഭയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒട്ടാകെ വിപുലമായ ശോഭായാത്ര പരിപാടികളല്ലേ ഒരുക്കിയിട്ടുള്ളത് സാനു? തീർച്ചയായിട്ടും വിനോദ്, ഈ അതായത് അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായിട്ടുള്ള ചടങ്ങുകളും മറ്റ് പരിപാടികളുമൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ള. മഹാശോഭായാത്രകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. അതായത് ചെറു ക്ഷേത്രങ്ങളിൽ നിന്ന് പല ക്ഷേത്രങ്ങളിലായിട്ട് പുറപ്പെട്ടു വരുന്ന ശോഭായാത്രകൾ അത് ഒരു കേന്ദ്രത്തിൽ സംഗമിച്ച ശേഷം മഹാശോഭായാത്രകളായിട്ട് അത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന ക്രമീകരണമാണ് ഈ ജില്ലയിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമ്പാടിയാവുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം. അതായത് ഈ മഹാശോഭായാത്ര നടക്കുന്നത് തൃശ്ശൂരിൽ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴികളിലാണ്. അത് പല കേന്ദ്രങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒന്നിച്ച് വന്ന് സംഗമിച്ച ശേഷം ഈ റൗണ്ടിലൂടെ ഈ പ്രദക്ഷിണ വഴികളിലൂടെ സംഗമിച്ച് അത് വടക്കുംനാഥ ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലുമൊക്കെ അവസാനിക്കുന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിന് ബാലഗോകുലം കാലേക്കൂട്ടി തന്നെയുള്ള ക്രമീകരണങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും നടപടികളും ഒക്കെ ആരംഭിച്ചിരുന്നു. അത് ഭംഗിയായിട്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി അല്ലെങ്കിൽ ദീപാരാധനയോടുകൂടി അത് സമാപിക്കുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഗുരുവായൂരിൽ ഇങ്ങനെ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ നടപ്പന്തലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഭക്തർ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കാലേക്കൂട്ടി തന്നെ ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ ഭഗവാനെ കണ്ട് തൊഴുന്നതിന് വേണ്ടി കാലേക്കൂട്ടി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഈ തിരക്ക് കാരണം ക്യൂ ഒക്കെ നിയന്ത്രിച്ചാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. അതായത് സുഗമമായിട്ട് ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ സുഗമമായിട്ട് എല്ലാവർക്കും ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഈ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരെ പടിപടിയായിട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനത്തിനായിട്ട് കയറ്റിവിടുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ നടപ്പന്തലിന്റെ ഭാഗങ്ങളെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോലും കടന്നിരിക്കുകയാണ്. അതായത് ഈ രാവിലെ തന്നെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് നട തുറന്നപ്പോൾ തന്നെ ഈ ഒരു തിരക്കാണെങ്കിൽ അല്പം കൂടെ കഴിയുമ്പോഴത്തേനും അതിന്റെ വ്യാപ്തി കൂടും, അതിന്റെ എണ്ണം കൂടും, അത് വലിയൊരു ഭക്തജന പ്രവാഹത്തിലേക്ക് മാറും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ദർശനത്തിനായി എത്തുന്നത്. 100 കണക്കിന് ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. വിശേഷാൽ പരിപാടികളും ചടങ്ങുകളുമൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.